ചെമ്പടയ്ക്ക് കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളത്തെ നയിക്കയായി. ഈ പാട്ട് ആരെക്കുറിച്ചാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ, ഒരിക്കൽ കൂടി ഞാൻ പറയാം. ചെമ്പടയ്ക്ക് കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളത്തെ നയിക്കയായി. ഇരുളടഞ്ഞ വാതിലിൽ ജ്വലിച്ച സൂര്യനായി. ഇപ്പോൾ വ്യക്തമായി കാണും ആരെക്കുറിച്ചാണെന്ന്. ഇത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ സഖാവ് പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ എത്തുമ്പോൾ ജീവനക്കാർ എഴുതി തയ്യാറാക്കിയ ഗാനമാണ്. പുകഴ്ത്തൽ ഗാനം, വാഴ്ത്തുപാട്ട്, സ്തുതിപ്പാട്ട്, സ്തുതിപ്പുഗീതം എന്നൊക്കെ പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ആപാദചൂടം വർണ്ണിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഗാനമാണ്. 100-ലധികം ഉദ്യോഗസ്ഥർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചത്. മുഖ്യമന്ത്രി വരുമ്പോഴും മുഖ്യമന്ത്രി മടങ്ങിപ്പോകുമ്പോഴും ഈ പാട്ട് പാടി. പാട്ടിൻ്റെ കുറേ ഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരുന്ന് കേട്ട് ആസ്വദിക്കുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ വാഴ്ത്തുപാട്ടുകൾ CPM-കാർക്ക് യോജിച്ചതാണോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. മുമ്പ് ഒരിക്കൽ ഇതുപോലെ വാഴ്ത്തി തിരുവാതിര കളിച്ചപ്പോഴും വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ച് ഒരു തിരുവാതിര നടത്തിയിരുന്നല്ലോ, തിരുവനന്തപുരത്ത് തന്നെയാണ് അത് വിവാദമായിരുന്നു. അതിനു മുമ്പ് P. ജയരാജനെക്കുറിച്ച് വാഴ്ത്തുപാട്ടിറങ്ങിയപ്പോൾ അതിനെ എതിർത്ത വ്യക്തികളിൽ പാർട്ടി നേതാക്കളിൽ പ്രമുഖൻ പിണറായി വിജയനായിരുന്നു. അങ്ങനെ വ്യക്തിസ്തുതികൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞ മനുഷ്യനെയാണ് ഇന്നലെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ജീവനക്കാർ പുകഴ്ത്തി വാനോളം എത്തിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി അതൊന്നും മിണ്ടിയതുമില്ല. സർക്കാർ ജീവനക്കാരെ ആപാദചൂടം പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജോലിക്കാരെ നിഷ്കർഷയിൽ നന്നായിട്ട് ജോലി ചെയ്യുന്നതിൽ അഭിനന്ദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഓരോ ഫയലും ഓരോ ജീവിതങ്ങളാണെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഈ പുകഴ്ത്തുപാട്ട് എന്തിനു വേണ്ടിയായിരുന്നു? മുഖ്യമന്ത്രിയെ പുകഴ്ത്തേണ്ട ആവശ്യമുണ്ടോ? ഇതിന് മറുപടി പറഞ്ഞത് മുഖ്യമന്ത്രിയല്ല, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും MLA-യുമായ V. ജോയിയാണ് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പേര് പരാമർശിക്കുമ്പോൾ, ഒരു സ്വാഗത ഗാനം ആലപിക്കുമ്പോൾ പോലും ഇത്ര സമൂഹത്തിൽ ഇത്ര കുരുപൊട്ടേണ്ട ആവശ്യം എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുന്നേറിയത്. അടിയന്തരാവസ്ഥക്കാലത്ത് ജയിൽവാസം ഉൾപ്പെടെ ഒരുപാട് തിരിച്ചടികളെ അതിജീവിച്ച്, പ്രതിസന്ധികളെ അതിജീവിച്ച് കടന്നു വന്ന കേരളത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ഇന്ന് കാണുന്ന ആധുനിക കേരളമാക്കുന്നതിൽ പിണറായി വിജയൻ വഹിച്ച പങ്ക് വലുതാണ്. പക്ഷേ പിണറായി വിജയൻ്റെ പേര് പറയുമ്പോഴും പിണറായി വിജയനെ പുകഴ്ത്തി പറയുമ്പോഴും മാത്രമാണ് ആളുകൾക്ക് കുരുപൊട്ടുന്നത് എന്ന തരത്തിൽ V. ജോയി MLA ഈ പാട്ടിനെ അംഗീകരിക്കുകയും ചെയ്തപ്പോൾ പാട്ട് ഏറ്റെടുത്തു. അതുവരെ പാർട്ടിയുടെ സൈബർ ഇടങ്ങൾ ഈ പാട്ടിനെ തൊട്ടില്ല. കാരണം ചിലപ്പോൾ ഇനി പുകഴ്ത്തുപാട്ട് നമ്മുടെ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ അത് എതിർക്കുകയാണെങ്കിൽ എന്നൊരു സംശയം സൈബർ ആളുകൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ വകവയ്ക്കാതെ, ആ എതിർപ്പുകളെ വകവയ്ക്കാതെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MLA-യുമായി V. ജോയി ഈ പാട്ടിന് പച്ചക്കൊടി കാണിച്ചപ്പോൾ, അതായത് പാട്ടിനെ പ്രകീർത്തിച്ചപ്പോൾ, പാട്ട് പാടുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അത് സോഷ്യൽ മീഡിയ ഒന്നടങ്കം ഏറ്റെടുത്തു. CPM സൈബർ പോരാളികളൊക്കെ ആ പാട്ട് ഏറ്റെടുക്കുകയും ചെയ്തു. ഇനി പാട്ട് എഴുതിയ ആളിനെക്കുറിച്ചും, ഈ പൂവത്തൂർ ചിത്രസേനൻ എന്നൊരു വ്യക്തിയാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. പൂവത്തൂർ ചിത്രസേനൻ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. കഴിഞ്ഞ മാസം 2023 ഏപ്രിൽ അദ്ദേഹം വിരമിച്ചു. എന്നാൽ അതേ മാസം തന്നെ അദ്ദേഹത്തിന് പുനർനിയമനം നൽകി ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി നിയമനം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ്, അതായത് സർക്കാരിൻ്റെ ആനുകൂല്യം, ഈ CPM ഇടത് സംഘടനകളുടെ ആനുകൂല്യം നിറയെ പറ്റിയ ഒരു മനുഷ്യനാണ് ഈ പുകഴ്ത്തുപാട്ട് എഴുതിയത്. ആദ്യം സംഘടന പറഞ്ഞിരുന്നത് എന്താണ്? അസോസിയേഷനിലെ ഒരു അംഗം എഴുതിയ ഒരു കവിത അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഗാനരൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിക്കും എന്നാണ് സംഘടന പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് അത് വലിയ ആഘോഷഗാനമായി, വാഴ്ത്തുപാട്ടായി മാറി. പൂവത്തൂർ ചിത്രസേനൻ്റെ ഈ പാട്ടിൻ്റെ പശ്ചാത്തലത്തിൽ, പാട്ട് വിവാദമായതോടുകൂടി പൂവത്തൂർ ചിത്രസേനന് വീണ്ടും പുനർനിയമനം നൽകിയതാണ്. അതിനകത്ത് വഴിവിട്ട നിയമനമായിരുന്നു അത്. നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള സംഭവമാണ് നടന്നത് എന്ന വിമർശനം ഉയർന്നപ്പോൾ പൊതുഭരണ വകുപ്പ് ഈ ഫയല് ഈ ചിത്രസേനന് പുനർനിയമനം കൊടുത്ത ഫയല് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ചിത്രസേനന് കൊടുക്കാൻ കാരണം, ചിത്രസേനൻ പറഞ്ഞു പെൻഷൻ വളരെ തുച്ഛമാണ്, പെൻഷൻ കൊണ്ട് മാത്രം ജീവിച്ചു പോകാൻ കഴിയില്ല, കുടുംബം നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു പുനർനിയമനം, താൽക്കാലിക നിയമനം തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആണ് അപേക്ഷ നൽകിയത്. അപേക്ഷ നൽകി ഉടനടി തന്നെ അദ്ദേഹത്തിന് പുനർനിയമനം നൽകുകയും ചെയ്തു. അതിനുള്ള ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന വിധേനയാണ് അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രകീർത്തിച്ച് എഴുതി വച്ചത് പാട്ട്. ആ പാട്ടിൽ ഇങ്ങനെയാണ്, ഒരിക്കൽ കൂടി പറയാൻ ഞാൻ: ചെമ്പടയ്ക്ക് കാവലായി ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടി കരത്തിലേന്തി കേരളത്തെ നയിക്കയായി. ഇതേപോലെ തന്നെയാണ് P. ജയരാജനെയും ആളുകൾ പുകഴ്ത്തിയത്. പക്ഷേ അന്ന് P. ജയരാജനെ പുകഴ്ത്തിയപ്പോൾ മുഖ്യമന്ത്രിക്ക് പിണറായി വിജയൻ അതിനെ എതിർത്തു. അങ്ങനെ പറയാൻ പാടില്ല, പാർട്ടിക്ക് അതീതരല്ല, പാർട്ടിക്ക് അകത്താണ് എല്ലാ ആളുകളും, അതുകൊണ്ട് ആരെയും പുകഴ്ത്താൻ പാടില്ല, വ്യക്തിസ്തുതി പാർട്ടിയിൽ ഇല്ല എന്ന് പറയുകയും ചെയ്ത വ്യക്തിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥർ പുകഴ്ത്തിയപ്പോൾ അദ്ദേഹം ഒന്ന് മുഖം കുനിച്ചതുപോലും, മുഖം കണ്ണു തുറപ്പിച്ചത് നോക്കിയതുപോലുമില്ല എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു.
വ്യത്യസ്ത രുചികളിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.